بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഭവനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പരിശുദ്ധമായ അസ്ർ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമുക്കറിയാം, വലിയൊരു ആരാധനയാണ്. അതിൽപ്പെട്ട ഒന്നാണ് അസ്ർ നിസ്കാരം. അത് കേവലം എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ല. അതിന് നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്, നിയ്യത്തുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, പറയലുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടതാണ് നിസ്കാരം. എല്ലാ ആരാധനയും അങ്ങനെയാണ്. എന്നാൽ അത്തരം ഒരുപാട് ആരാധനകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു ആരാധനയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങളുള്ള, നിബന്ധനകളുള്ള, ഷർത്തുകളും ഫർളുകളും പാലിക്കേണ്ട, നിയത്തുകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ചര്യയാണ് വിവാഹം, നിക്കാഹ്. അതെന്റെ ഉമ്മത്തീങ്ങളും പാലിക്കണം എന്ന നിർദ്ദേശം അതൊരു സുന്നത്തായ തന്നെ. നമ്മൾ ഈ നടക്കുന്നത് പോലെ പള്ളിയിൽ വെച്ചാണ് നിക്കാഹിന്റെ സദസ്സ് ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അങ്ങനെയാണ്. ഇന്ന് പല കാരണങ്ങളും പറഞ്ഞ് ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അനാവശ്യമായ പ്രവർത്തനങ്ങളും പ്രവണതകളും കടന്നു വന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ നിക്കാഹിന്റെ മജ്ലിസ്, നിക്കാഹിന്റെ സദസ്സ് മാതൃകായോഗ്യമാണ്. ഈ നിക്കാഹിന്റെ ചടങ്ങോടുകൂടെ ദാമ്പത്യത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു സന്തോഷം മരണം വരെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. എന്തുകൊണ്ട് ഇത് മാതൃകാപരമെന്ന് പറഞ്ഞാൽ, ഇന്ന് നടക്കുന്ന 90% നിക്കാഹുകളും ഹാളിലേക്ക് പലതും പറഞ്ഞു മാറ്റുമ്പോൾ അവിടെ ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കടുത്ത ഹറാമായ പല പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഹറാമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരോടും സാഹചര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിലോ കുടുംബങ്ങളിലുള്ള എല്ലാ നിക്കാഹുകളും പള്ളിയിൽ ആക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വളരെ ആത്മീയമായ ഇത്തരം ചടങ്ങുകളായി അല്ലാഹു ഖബൂൽ ചെയ്യുന്ന, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളായി അത് മാറുമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹ്, ഇന്ന് പല ആളുകളും ആശങ്കപ്പെട്ട് പറയാറുള്ളത്, ഉസ്താദേ, എന്റെ പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കള്, ഞാൻ വിദേശത്ത് പോയി 25 കൊല്ലം 30 കൊല്ലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആവശ്യത്തിന് സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞാൻ വളർത്തിയെടുത്ത പൊന്നുമോൻ ഇന്ന് എന്റെ മുഖത്തടിക്കുന്നവനായി മാറുകയാണ്. ഇന്ന് എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നവനായി മാറുകയാണ്. എന്റെ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിൽ വന്നപ്പോൾ അവന്റെ അടിമയായി കഴിയേണ്ട ചുറ്റുപാടിലേക്ക് ഞാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് പലതായ ആശങ്കകളും വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണീർപ്പാടുകളും പറയുന്ന ഒരുപാട് പ്രവാസികളെ അല്ലെങ്കിൽ ഉപ്പമാരെ, രക്ഷിതാക്കളെ എന്റെ അനുഭവത്തിലുണ്ട്, നിങ്ങളുടെ അനുഭവത്തിലും ധാരാളം ഉണ്ടാകും. എവിടെ നിന്നാണ് പിഴച്ചു പോയത്? എന്താണ് ഈ ഉമ്മത്തിന് ആ പിഴവിലേക്ക് എത്തിയ സാഹചര്യം? എന്താണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു കനിഞ്ഞേകുന്ന മക്കൾ ഈ ലോകത്തേക്ക് മാത്രമല്ല, പാരത്രിക ലോകത്തേക്കുമുള്ളതാണ്. ആ മക്കൾ അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ അതിന് പറ്റുന്ന തുടക്കമേ അങ്ങനെ ആവണം. അതിന്റെ തുടക്കമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹ്, ഇന്ന് നടക്കുന്ന പല നിക്കാഹുകളും ആ ഉത്സവത്തെക്കാളും നാണിക്കുമാറേ, അതിനേക്കാളും അപ്പുറത്തേക്ക് എന്താണോ പറയാനുള്ളത് അതിനേക്കാളും നാണിക്കുമാർ ഉത്സവങ്ങളാക്കി മാറ്റുന്ന, താന്തോന്നിവാസങ്ങളായി മാറ്റുന്ന പ്രവണതകൾ പല നാടുകളിൽ നമ്മൾ കാണാറുണ്ട്. പല നിക്കാഹുകൾ നമ്മൾ അനുഭവപ്പെടാറുണ്ട്. അവിടുത്തെ സാഹചര്യം നമ്മൾ ആലോചിക്കണം. അത്തരം പേക്കൂത്തുകൾ നടക്കുന്ന സദസ്സിൽ ഉത്തരമില്ല. ആ സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്കുകളില്ല. ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. മറിച്ച് അവിടേക്ക് കടന്നു വരുന്നത് പിശാചുക്കളാണ്. ആ സദസ്സ് ഇഷ്ടപ്പെടുന്ന പിശാചുക്കൾ കടന്നു വരികയാണ്. അതിന്റെ കല്യാണ സദസ്സിലും അങ്ങനെ തന്നെയാണ്.
അങ്ങനെ ദാമ്പത്യത്തിലേക്ക് കടന്നു വന്ന ഒരു ദമ്പതികൾ എന്ന് പറയുന്നത് പിശാചിന്റെ താരാട്ടുപാട്ട് കേട്ട് വളർന്നവരായി, അതിൽ ഉത്ഭവിക്കുന്ന മക്കളും ആ രൂപത്തിലായി ഈ മാതാപിതാക്കൾ ഉപകാരപ്പെടാത്തവരായി മാറുന്നതിൽ അത്ഭുതമില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമ്മയും സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കും. അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച അതിർവരമ്പുകളുണ്ട്, മതിൽക്കെട്ടുകളുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ ഇസ്ലാം എന്ന ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന ചടങ്ങുകളാക്കി നമ്മുടെ നിക്കാഹിന്റെ വേദികളും കല്യാണ വേദികളും നമ്മുടെ വീട്ടിലെ മറ്റുള്ള എല്ലാവിധ ആഘോഷങ്ങളും മാറ്റണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഈ നാട്ടിലെ വളരെ പ്രധാനികളായ പൗരപ്രധാനികളും എല്ലാവരും ഉള്ള സദസ്സാണിത്. ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ മുഴുവനുമുള്ള വേദിയാണിത്. രണ്ട് കുടുംബത്തിനെയും കാരണവന്മാരും ആ കുടുംബത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന എല്ലാ ഉന്നതരായ ആളുകളും ഒരുമിച്ച് കൂടിയ സദസ്സാണിത്. അള്ളാഹു ഈ സദസ്സിൽ ബറക്കത്ത് നൽകി, ഈ സദസ്സിൽ അള്ളാഹു റഹ്മത്ത് ഇറക്കി തരുമാറാവട്ടെ. ഈ കുടുംബത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന, അതിന്റെ ചടങ്ങിനെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ദമ്പതികൾക്ക് അല്ലാഹു മരണം വരെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ ജീവിച്ച് ഈ നാടിന്, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തലമുറകളായി, ദീനിന് ഉപകാരപ്പെടുന്ന തലമുറകളെ വാർത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വരെ നമ്മുടെ പുതിയാപ്പിളയായിരിക്കുന്ന ആളും അതുപോലെ ഭാര്യയായി വീട്ടിൽ ഈ ചടങ്ങ് വീക്ഷിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോ കാത്തിരിക്കുന്ന രണ്ടുപേർക്കും വലിയ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവാൻ. ആ അത്ഭുതം എന്താണ്? രണ്ടുപേർക്കും ഇതുവരെ ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളെ ഉള്ളായിരുന്നു, ഉപ്പ എന്ന് വിളിക്കാൻ ഒരാളെ ഉള്ളൂ. ഈ ചടങ്ങോടുകൂടെ രണ്ട് ഉപ്പയായി മാറുകയാണ്. ഈ ചടങ്ങോടുകൂടെ രണ്ട് ഉമ്മയായി മാറുകയാണ്. അത്രത്തോളം മനസ്സടങ്ങുന്ന, അലിഞ്ചുചേരുന്ന, ഇഴകിച്ചേരുന്ന ഒരു കുടുംബബന്ധം, ദൃഢമായ ഒരു കുടുംബബന്ധം ഈ ചടങ്ങോടുകൂടി ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങിന്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ രണ്ടുമ്മയെയും പെറ്റുമ്മയെ പോലെ കാണാൻ, രണ്ടുപ്പയെയും ഒരുപോലെ കാണാൻ രണ്ടുപേരും തയ്യാറാകണമേ. അതാണ് കുടുംബത്തിന്റെ സന്തോഷമെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.